ഒരു ദിവസത്തില് എത്ര പരാതികൾ നമ്മൾ പറയുന്നുണ്ടാകും? അതിപ്പോ നമുക്കുള്ള അസുഖങ്ങളെ പറ്റിയാകാം, ജോലിയില്, ഫാമിലിയില്, റിലേഷൻഷിപ്പില് കുറെ ഉണ്ടാകും അല്ലെ? ഇതിനെപ്പറ്റി നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയത് ഒരു വ്യക്തി ഒരു ദിവസത്തിൽ 15 മുതൽ 30 വരെ ചെറുതും വലുതുമായ പരാതികൾ പറയുന്നുണ്ട് എന്നാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, തുടർച്ചയായിട്ട് പറയുന്ന ഈ പരാതികൾ നമ്മുടെ ബ്രെയിനിനെ റീവയർ ചെയ്യുന്നുണ്ട്. അതുമൂലം ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണാനോ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനോ സാധിക്കാതെ നമ്മൾ ആ പ്രശ്നത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കും. നിങ്ങൾ പറയുന്ന കംപ്ലൈന്റ് ജെന്യുവൻ ആയിരിക്കാം, പക്ഷെ അത് നിങ്ങളെ ഒരു വിക്ടിം മെന്റാലിറ്റിയിൽ തളച്ചിടാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് ഈ അപ്രോച്ച് ഒന്ന് മാറ്റി പിടിച്ചു നോക്കാം. ഉദാഹരണത്തിന്, നിങ്ങളൊരു ട്രാഫിക്കിൽ കുടുങ്ങി എന്ന് വിചാരിക്കുക. ആ സമയത്ത് ട്രാഫിക് സിഗ്നലിനെ പറ്റിയും ഗവൺമെന്റിനെ പറ്റിയൊക്കെ പരാതി പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ സമയം എങ്ങനെ ശരിയായി വിനിയോഗിക്കാം എന്നൊന്ന് നമുക്ക് നോക്കാം. പാട്ട് കേൾക്കാം, ആരെങ്കിലും അയച്ച വോയിസ് മെസ്സേജ് കേൾക്കാനുണ്ടെങ്കിൽ അത് കേൾക്കാം. ഇനി കുറെ നാളായിട്ട് ഫോൺ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാൾക്ക് ഫോൺ ചെയ്യാം. ഇത്തരത്തിൽ ഈ അപ്രോച്ച് ഒന്ന് മാറ്റിയെടുക്കുന്നത് ഏതൊരു സിറ്റുവേഷനിലും നെഗറ്റീവായി റിയാക്ട് ചെയ്യുന്നതിന് പകരം ആ സിറ്റുവേഷനിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കൂ.